വടക്കേ ഇന്ത്യൻ ജനപദങ്ങളുടെ രാഷ്ട്രീയ പരീക്ഷണശാലകളിൽ വിതച്ച് 10-ന് 100 മേനിക്ക് വിളഞ്ഞ മന്ദിർ രാഷ്ട്രീയം തെന്നിന്ത്യയിലും പുറത്തെടുക്കുകയാണോ ബി.ജെ.പി. ഹൈന്ദവ വിശ്വാസത്തിനെതിരായ നടപടി എന്ന പേരിൽ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ ലക്ഷ്യമിട്ട ഒരു നീക്കം ശക്തമാക്കുകയാണ് ബി.ജെ.പി. മൈസൂരു ദസറ ഉദ്ഘാടന ചടങ്ങിലേക്ക് എഴുത്തുകാരി ബാനു മുഷ്താഖിനുള്ള ക്ഷണവും പിന്നെ ധർമ്മസ്ഥലയുമാണ് കർണാടകയിലെ ആയുധങ്ങൾ. കേരളത്തിൽ LDF സർക്കാർ നടത്താനിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരേ സമയം പിണറായിക്കും സ്റ്റാലിനുമെതിരെ പ്രചാരണ ആയുധമാക്കാനും ബി.ജെ.പി. ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ എന്നേ തുടക്കമിട്ട വെട്രിവേൽ യാത്രയുടെ രാഷ്ട്രീയ കളികളും നമുക്കറിയാം. വിശദമായി നോക്കാം. ആദ്യം RDX റാപ്പ്. സെപ്റ്റംബർ 22-ലെ മൈസൂരു ദസറ ഉദ്ഘാടന ചടങ്ങിലേക്ക് ബുക്കർ പുരസ്കാര ജേതാവ് ബാനു മുഷ്താഖിനെ അതിഥിയായി ക്ഷണിച്ച കർണാടക കോൺഗ്രസ് സർക്കാർ തീരുമാനം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി.ജെ.പി. ദേവിക് വേദമന്ത്രങ്ങളുടെ അകമ്പടിയോടെ പുഷ്പാർച്ചന നടത്തുന്ന ചാമുണ്ഡി ഹിൽസിലെ ചടങ്ങിൽ ബാനു മുഷ്താഖിനെ പോലൊരാളെ പങ്കെടുപ്പിക്കരുതെന്നാണ് ബി.ജെ.പിയുടെ ആവശ്യം. സാഹിത്യ സാമൂഹിക സംഭാവനകൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് സിദ്ധരാമയ്യ വിശദീകരിക്കുന്നുണ്ടെങ്കിലും ചാമുണ്ഡി ദേവിയെ വിശ്വസിക്കാത്തൊരാൾ ഹിന്ദു ആഘോഷങ്ങളുടെ ഭാഗമാകാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ബി.ജെ.പി. ഉറച്ചു നിൽക്കുകയാണ്. ഹിന്ദു വിശ്വാസമുയർത്തി കർണാടകയിൽ തന്നെ മറ്റൊരു വിഷയവും ബി.ജെ.പി. സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ്. ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലാണ് ബി.ജെ.പിയുടെ മുതലെടുപ്പ് നീക്കം. കൂട്ടക്കുഴിമാട വെളിപ്പെടുത്തലിലൂടെ ഹിന്ദു പാരമ്പര്യത്തെയും മഞ്ജുനാഥ ക്ഷേത്രത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടന്നെന്നാണ് ബി.ജെ.പിയുടെ പ്രചാരണം. കേരളത്തിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമമാണ് ബി.ജെ.പി. രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഹിന്ദു വിശ്വാസത്തെ വകവയ്ക്കാതെ പിണറായിയും സ്റ്റാലിനും പരിപാടിയുടെ ഭാഗമാകുന്നതിനെതിരെ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് ഡാറ്റാ ഷീറ്റിലേക്ക് പോകാം. ദക്ഷിണേന്ത്യയിൽ മന്ദർ പൊളിറ്റിക്സ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കർണാടകയിലെ മൈസൂരു ദസറ ധർമ്മസ്ഥല വിവാദങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ബി.ജെ.പി. ഇപ്പോൾ ചെയ്യുന്നത്. കേരളത്തിൽ അയ്യപ്പ സംഗമം പിണറായിക്കും സ്റ്റാലിനുമെതിരെ രാഷ്ട്രീയ പ്രചാരണമാക്കാനും നീക്കമുണ്ട്. ശബരിമല, പളനി, തിരുപ്പതി, ധർമ്മസ്ഥല, ചാമുണ്ഡി ഹിൽസ് എല്ലാം ഹിന്ദുക്കളുടേതെന്ന് ആവർത്തിക്കുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ, തീർത്ഥാടക കേന്ദ്രങ്ങൾ എന്നിവയുടെ നേരവകാശികളെന്ന് ബി.ജെ.പി. അവകാശപ്പെടുകയാണ്. ഹൈന്ദവ ആചാരമായിട്ടുള്ള മൈസൂർ ദസറയിൽ ബാനു മുഷ്താഖിനെ പങ്കെടുപ്പിക്കരുത് എന്നുള്ളതാണ് ബി.ജെ.പി. ആവശ്യപ്പെടുന്നത്. മതപരമായ ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ആ വിശ്വാസവുമായി ബന്ധമില്ലാത്ത ആളുകളാകരുത് എന്നും ബി.ജെ.പി. പറയുന്നു. ബാനു മുഷ്താഖിന് ചാമുണ്ഡി ദേവിയിൽ വിശ്വാസമുണ്ടോ എന്ന് ബി.ജെ.പി. കർണാടക നേതൃത്വം ചോദിക്കുകയാണ്. ചടങ്ങിൽ പങ്കെടുക്കും മുൻപ് ബാനു മുഷ്താഖ് തന്റെ മതപരമായ നിലപാട് വ്യക്തമാക്കണമെന്നും ബി.ജെ.പി. കർണാടകയിൽ ആവശ്യപ്പെടുന്നു. കന്നഡ ഭാഷയെ ഭുവനേശ്വരി ദേവിയായി ആരാധിക്കുന്നത് ബാനു മുഷ്താഖ് ചോദ്യം ചെയ്തിരുന്നു എന്നും ബി.ജെ.പി. ഇതിലൂടെ പറയുന്നു. ഭാഷാ ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കുന്നത് രീതി എന്ന ബാനു മുഷ്താഖിന്റെ മുൻ പരാമർശവും ബി.ജെ.പി. അവിടെ ആയുധമാക്കുകയാണ്. ചാമുണ്ഡി ഹിൽസും ദേവിയും ഹിന്ദുക്കളുടേത് മാത്രമല്ല എല്ലാവരുടേതും എന്നുള്ളതാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി KPCC അധ്യക്ഷൻ പറയുന്നത്. ചാമുണ്ഡി ഹിൽസ് ഹിന്ദു സ്വത്താണ്. ശിവകുമാറിൽ ആര് വിചാരിച്ചാലും മാറ്റാനാകില്ലെന്ന് ബി.ജെ.പി. തിരിച്ചടിക്കുന്നു. മൈസൂരു ദസറ കന്നഡ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് ബാനു മുഷ്താഖും അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇതിനിടയിൽ ദേവിയെ തായ് എന്ന് വിളിക്കാനും സംസ്ഥാന ആഘോഷമാക്കാനും കഴിയും തലം ചടങ്ങിനുണ്ട് എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. കർണാടകയുടെ നാട ഹബ്ബ് എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ ഉത്സവമാണ് മൈസൂരു ദസറ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിന്റെ വിജയാഘോഷ ഉത്സവമാണ് ദസറ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ചടങ്ങിന് തുടക്കമാകുന്നത് മൈസൂർ ചാമുണ്ഡി ഹിൽ ക്ഷേത്രത്തിലെ പൂജകളോടെയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. 10 ദിവസത്തെ ആഘോഷങ്ങൾ വിജയദശമി ദിനത്തിലെ ചടങ്ങോടെയാണ് അവസാനിക്കുക. ആരാണ് ബാനു മുഷ്താഖ് എന്ന് ചോദിച്ചാൽ കന്നഡ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമാണ് ബാനു മുഷ്താഖ് എന്ന് നമുക്കറിയാം. ഹാർട്ട് ലാബ് എന്ന ചെറുകഥാ സമാഹാരത്തിന് 2025-ലെ ബുക്കർ പുരസ്കാരം തന്നെ നേടിയിട്ടുള്ള വലിയ എഴുത്തുകാരിയാണ്. ദളിത് മുസ്ലിം സ്ത്രീ ജീവിതം ആവിഷ്കരിക്കുന്ന എഴുത്തുകളിലൂടെ വളരെയധികം ലോകത്തിന് ശ്രദ്ധേയായിട്ടുണ്ട്. കന്നഡ ഭാഷ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായ എഴുത്തുകാരി കൂടിയാണ്. ഒപ്പം അയ്യപ്പ സംഗമത്തിനെതിരെയും ബി.ജെ.പി. രംഗത്തെത്തിയിരിക്കുകയാണ്. MK സ്റ്റാലിനെ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചതിനെ ബി.ജെ.പി. വിമർശിക്കുകയാണ്. സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പ ഭക്തനായതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്. ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ സ്റ്റാലിനും ഭക്തരെ ഉപദ്രവിച്ച പിണറായിയും പങ്കെടുക്കരുതെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ചടങ്ങ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഇടത് രാഷ്ട്രീയ നീക്കമെന്നും ബി.ജെ.പി. കുറ്റപ്പെടുത്തുകയാണ്. ധർമ്മസ്ഥല മുതലെടുക്കാൻ ബി.ജെ.പി. തയ്യാറെടുക്കുകയാണ്. ധർമ്മസ്ഥല വെളിപ്പെടുത്തലിന് തെളിവ് കണ്ടെത്താനാകാത്തത് ആയുധമാക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം. ക്ഷേത്രത്തെയും ഹിന്ദു പാരമ്പര്യത്തെയും അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് ബി.ജെ.പി. പറയുന്നത്. ധർമ്മസ്ഥലയിലെ വ്യാജ വെളിപ്പെടുത്തൽ NIA അന്വേഷിക്കണമെന്നും ബി.ജെ.പി. പറയുകയാണ്. ഒപ്പം ചലോ ധർമ്മസ്ഥല എന്ന പേരിൽ ഗൂഢാലോചന തുറന്നുകാട്ടാൻ റാലികളുമായും ബി.ജെ.പി. രംഗത്ത് വരികയാണ്. ഹർഷൻ, ഇതിൽ എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏത്തോ കേവൽ സാഖി ഹേ കാശി മധുര ബാക്കി ഹേ എന്നുള്ള ഒരു കാര്യമാണ്. അതിനുമ്പൊരു
ബൈറ്റുകളുണ്ട്. നമുക്ക് ആ ബൈറ്റുകൾ കൂടി കാണാം. സംസ്ഥാന സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതിനും അതിലേക്ക് MK സ്റ്റാലിനെ ക്ഷണിച്ചതിനുമെതിരെ BJP രംഗത്തെത്തിയിരിക്കുകയാണ്. സനാതന ധർമ്മത്തിനെതിരായ സ്റ്റാലിനും അയ്യപ്പ ഭക്തർക്കെതിരായി പിണറായിയും നിലപാടെടുത്തു എന്നുള്ളതാണ് BJPയുടെ പ്രചാരണം. ആരെങ്കിലും ഏതെങ്കിലും ഒരു നേതാവ് എന്തെങ്കിലും പറഞ്ഞാൽ മുഖ്യമന്ത്രി ഒരു മുസ്ലിം വിശ്വാസിന്റെ പ്രോഗ്രാമിൽ അവരെ ഇൻവൈറ്റ് ചെയ്യോ? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഹിന്ദുവിന്റെ എതിരെ ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോകാൻ പാടില്ല, കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. മന്ദിർ പൊളിറ്റിക്സ് നേരിട്ട് പറയാൻ BJPക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധിച്ചിരുന്നാൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും കേരളത്തിലും അതൊരു അവസരമാകുമോ? ഇതിൽ കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ 2017 ഈ ദസറ ഉത്സവത്തിൽ മുഖ്യാതിഥിയായി എത്തുന്നത് പ്രശസ്ത കന്നഡ കവിയായ KS നിസാർ അഹമ്മദാണ്. അന്ന് ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? അന്ന് ഇതൊരു സാധ്യതയായി ഇവർ കണ്ടിട്ടില്ല. ഇപ്പോൾ ബാനു മുഷ്താഖ് വരുന്നു. ഈ സമയത്താണ് അത് ഒരു രാഷ്ട്രീയ വിഷയമായി കാണുന്നത്. ഈ സമയത്താണത് ആ മട്ടിൽ അവതരിപ്പിക്കാൻ, ദസറ ഉത്സവത്തെ കൂടി ആ മട്ടിൽ അവതരിപ്പിക്കാനും അതിനെ ആ നിലയ്ക്കൊരു ചർച്ചയാക്കാനും BJP തീരുമാനിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ കാര്യം. അല്ലെങ്കിൽ പിന്നെ 2017 ഈ പ്രശ്നം വരേണ്ടതാണല്ലോ. അന്ന് വന്നിട്ടില്ല. അന്ന് വരാത്ത പ്രശ്നം ഇപ്പോഴുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴതൊരു രാഷ്ട്രീയ വിഷയമാക്കി അവതരിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭത്തിലേക്ക് ഈ വിഷയത്തെ ആ നിലയ്ക്ക് ആളുകളെ ചേരിതിരിച്ചുകൊണ്ട് ഒരു പ്രശ്നത്തിലേക്ക് ആ സർക്കാരിനെയും കൊണ്ടുവന്ന് ചാടിക്കാമെന്ന് അവർ കരുതുന്നു. അത്രയേ ഉള്ളൂ. ഇത് ഈ ക്ഷേത്രങ്ങളോട് ചേർന്നുകൊണ്ട് വിശ്വാസങ്ങളെ പിടിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ കളി തന്നെയാണ് കേരളത്തിൽ ശബരിമലയിൽ നടത്തുന്നത്, തമിഴ്നാട്ടിൽ പഴനിയിൽ നടത്തുന്നത്. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇതിൽ വിചിത്രമായ ചില വാദങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർക്കാർ ഇത്തരം പരിപാടികളിൽ എന്തിനിടപെടുന്നു? അത് സർക്കാരുകൾ എല്ലാ കാലത്തും ഇടപെടുന്നുണ്ട്. എല്ലാ സ്ഥലത്തും സർക്കാർ, ഇവിടുത്തെ ദേവസ്വം ബോർഡുകൾക്ക് സമാനമായിട്ടുള്ള ബോഡികൾ എല്ലാ സർക്കാരുകൾക്കും ഉണ്ട്. അവരൊക്കെ തന്നെയാണ് അവിടുത്തെ ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. വിശ്വാസപരമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്തുന്നത് അവർ തന്നെയാണ്. കുംഭമേള നടത്തുന്നത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് കുംഭമേള നടക്കുന്നത്. ഇത്തരം ധാരാളം മഹാമാഗം തമിഴ്നാട്ടിൽ നടക്കുന്നത് അത് ഈ പറയുന്ന സ്റ്റാലിൻ നയിക്കുന്ന സർക്കാരിന്റെ ഇടപെടലിലൂടെയാണ് അത് നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംഗമം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതാണ് മഹാമാഗം. അത് നടത്തുന്നത് ആരാണ്? സ്റ്റാലിൻ. ഇവർ പറയുന്ന നാസ്തികനായ മുഖ്യമന്ത്രി ഭരിക്കുന്ന സ്റ്റാലിൻ്റെ സർക്കാർ തന്നെയാണ്. അവിടെയുണ്ട് ദേവസ്വം മന്ത്രി. തമിഴ്നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റാലിന് വരാൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്റ്റാലിൻ വരുന്നില്ല. ചിലപ്പോൾ അദ്ദേഹം ഈ നാസ്തികനായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പ്രഖ്യാപിത നാസ്തികൻ തന്നെയാണല്ലോ അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അങ്ങനെ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പക്ഷേ അവിടുത്തെ ദേവസ്വം മന്ത്രി വരുന്നുണ്ട്, IT മന്ത്രി വരുന്നുണ്ട്. അവരാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുക. അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇവിടുത്തെ ജനസംഖ്യയുടെ അത്രയും തന്നെ ആളുകൾ ഓരോ വർഷം വന്നു ചേരുന്ന ഒരു ചടങ്ങ്, ഒരു വിശ്വാസികളുടെ ഒരു സംഗമം നടക്കുന്ന ഒരു സ്ഥലം, അവിടെ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചൊക്കെ എനിക്ക് തന്നെ പല വിമർശനങ്ങൾ ഉന്നയിക്കാൻ വേറെയുണ്ട്. പക്ഷേ അതല്ല, BJP മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ അതുമായി ചേർന്ന് പോകുന്നതല്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കാരണം എന്താണ്? അവിടെ 1300 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് പുതുതായി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വിമാനത്താവളം തന്നെ വരികയാണ് ശബരിമലയിലേക്കുള്ള ഈ തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടി. ഇത് ലോകത്ത് ഇത് പിന്തിരിപ്പൻ പരിപാടിയാണ്. ഈ വിശ്വാസികളുടെ പരിപാടിയൊന്നും ഇനി അങ്ങോട്ട് നടപ്പാക്കേണ്ടതില്ല എന്നല്ലല്ലോ സർക്കാർ തീരുമാനിക്കുന്നത്. സർക്കാർ തീരുമാനിക്കുന്നത് അവിടെ കൂടുതൽ സാമ്പത്തിക സഹായം കൊടുക്കാനും അവിടേക്ക് കൂടുതൽ വിശ്വാസികൾ എത്തുന്നതിനും അവർക്ക് അവിടെ ദർശനം സുഗമമായി നടത്തി പോകുന്നതിനും വേണ്ട കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. അതിനാണല്ലോ ഈ പൈസ അങ്ങോട്ട് മുടക്കുന്നത്. അവിടുത്തെ പൈസ ഈ കാലാകാലങ്ങളായി പല സംഘപരിവാർ സംഘടനകളും പ്രചരിപ്പിച്ചതുപോലെ അവിടുത്തെ കാശ് താണ്ട് അടിച്ചുകൊണ്ട് പോകുകയല്ലോ. അതൊരു തെറ്റായ വാദമാണ്. അത് ഇപ്പോൾ കൃത്യമായി തെളിഞ്ഞു കഴിഞ്ഞു. എന്താണെന്നുള്ളത് നാട്ടുകാർക്കറിയാം. ദേവസ്വം ബോർഡിൻ്റെ കാശ്, അവിടെ വീഴുന്ന പൈസ, അമ്പലത്തിൽ വീഴുന്ന പൈസ സർക്കാരിന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. മാത്രമല്ല സർക്കാർ കൂടുതൽ പണം തിരിച്ചങ്ങോട്ട് കൊടുക്കുകയാണ്. കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യത ആരായുകയാണ്. ആ മട്ടിൽ ഇതിപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികം വരുമ്പോൾ അവരാലോചിച്ചു എന്നുള്ളത് എങ്ങനെയാണ് ഒരു കുഴപ്പമായി മാറുന്നത്? ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ആരോപിക്കാം ഇതിൽ രാഷ്ട്രീയ ലാക്കുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ആ ആരോപണം ഉന്നയിക്കുന്നത് തരക്കേടില്ല. ആ ആരോപണം നമ്മൾ കൊടുക്കും.
നന്നായി അത് നാട്ടുകാർ കാണണം. അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ജനം ചർച്ച ചെയ്യണം. വി.ഡി. സതീശൻ പറഞ്ഞല്ലോ ഇതിൽ ആ നിലയ്ക്കുള്ള ചില നീക്കങ്ങളുണ്ട് എന്ന്. അത് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടട്ടെ. പക്ഷേ വിശ്വാസികളുടെ കാര്യം ഈ അവിശ്വാസികൾ നോക്കേണ്ടതില്ല എന്ന മട്ടിൽ പറഞ്ഞു വെക്കുന്നു. സ്റ്റാലിനെ വിളിച്ചത് എന്തിനാണ്? സ്റ്റാലിനെ ഇവരെന്തിനാണ്? സ്റ്റാലിനോടുള്ള എതിർപ്പ് എന്താണ്? സനാതനധർമ്മം ത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം അവിശ്വാസിയാണ്. ഇവിടെ ഇദ്ദേഹം അവിശ്വാസിയാണ്. ആരെല്ലാം അവിശ്വാസികളുണ്ട്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ രാജ്യത്ത് സംഘപരിവാർ സംഘടനകളുടെ കാര്യം പറയുമ്പോൾ പോലും ഇന്നിപ്പോൾ പറഞ്ഞല്ലോ, ഈ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ 95%, 99% പേരോ വിശ്വാസികളാണ്. അപ്പോൾ ബാക്കി അവിശ്വാസികളില്ല, അവരുടെ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവിശ്വാസികളായ ഒരു മന്ത്രി ഭരിക്കുമ്പോൾ അവിടെ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവാൻ പാടില്ല എന്നിവർക്ക് വാദിക്കാൻ കഴിയുക? അദ്ദേഹത്തിന് പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അവിശ്വാസികളില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു 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 പ്രശ്നമുണ്ട്. അത് കുറെ കൂടി ആഴത്തിൽ പോകേണ്ട പ്രശ്നമാണ്. ഈ മാർക്സിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. അവിടെ ഈ ദ്രാവിഡ പാർട്ടികളുടെ ദ്രാവിഡ പൊളിറ്റിക്സ് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായാണ് സ്റ്റാലിൻ ഇരിക്കുന്നത്. മാർക്സിസം ഈ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരു തരത്തിലാണ്, ദ്രാവിഡ രാഷ്ട്രീയം വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അതിലൊക്കെ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങളുണ്ട്. അതുകൂടി മനസ്സിലാക്കിയാലേ അത് ആ നിലയ്ക്ക് നമുക്ക് വിശദീകരിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ യുക്തിവാദി വിശ്വാസത്തെ കാണുന്നത് പോലെയല്ല ഒരിക്കലും മാർക്സിസ്റ്റ് വിശ്വാസത്തെ കാണുന്നത്. യുക്തിവാദിക്ക് വിശ്വാസം എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള പോക്കിലെ ഒരു കണ്ടെത്തലാണ്. ഇങ്ങനെ സൂക്ഷ്മമായി ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഈ തർക്കങ്ങൾ ഈ മറ്റിൽ മുന്നോട്ട് വയ്ക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രമല്ല, ഇനി ആരായാലും, ഈ യുക്തിവാദി ആയാലും ഈ മാർക്സിസ്റ്റ് ആയാലും അല്ലാത്ത ദ്രാവിഡ പാർട്ടി നേതാവായാലും ആര് ഭരിച്ചാലും അവർക്കെല്ലാം ഇതിൽ ഇടപെടാൻ, ജനപ്രതിനിധിയായി അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് ഈ പരിപാടികളുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി ഇടപെടാനുള്ള അവകാശമുണ്ട്. ആ കാര്യത്തിൽ ഈ തർക്കങ്ങളൊന്നും വിലപ്പോകുന്നതല്ല. ഈ ദസറയിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 2017 ഇല്ലാത്ത പ്രശ്നം ഇപ്പോഴുണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ പറയുന്ന മതരാഷ്ട്രീയം തന്നെയാണ്. മാത്രമല്ല, ടിപ്പു സുൽത്താനെ എപ്പോഴാണ് അവർ എതിർക്കാൻ തുടങ്ങിയത് എന്നുള്ളതും ആലോചിക്കേണ്ടതാണ്. മൈസൂരിൻ്റെ ദസറ എന്ന് പറയുന്നത് ഞാൻ പോയി കണ്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദസറ എന്ന് പറയുന്ന അവരുടെ എല്ലാം വലിയ ഒരു ആഘോഷത്തിൻ്റെ, അത് അവിടെ രാഷ്ട്രീയ അല്ലെങ്കിൽ മതജാതി വ്യത്യാസമില്ലാതെയുള്ള വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൃത്യമായി അവർ ഈ പറഞ്ഞ പോലെ കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ എക്കാലത്തെയും വലിയ പൊളിറ്റിക്കൽ മുദ്രാവാക്യത്തെ അവർക്ക് നേരിട്ടെന്തായാലും ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ഇറക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് ഈ പറയുന്ന വിധത്തിൽ നൈസായിട്ടായിരിക്കും അവർ കൊണ്ടുവരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് ഫലിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. നമ്മുടെ നാട്, പ്രത്യേകിച്ച് ഈ പറയുന്ന ദ്രവീഡിയൻ സ്റ്റേറ്റുകൾ തന്നെയാണ്, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു വേറെ തന്നെ നിൽക്കുന്ന ആ ഭാഗത്ത് ഇത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ബുക്കർ പുരസ്കാരം എന്ന നേട്ടം സ്വന്തമാക്കി നാടിൻ്റെ യശസ് ഉയർത്തിയ ഒരു എഴുത്തുകാരിയെ സംസ്ഥാന ഉത്സവത്തിൻ്റെ അതിഥിയായാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ക്ഷണിച്ചത്. നമ്മുടെ വാരാഘോഷത്തിന് ഉസ്താദ് അംജദ് അലി ഖാൻ എത്തിയിട്ടുണ്ട്. കേരളത്തിൽ മാനാഞ്ചിറ മൈതാനത്ത്. വർഷങ്ങൾക്ക് മുമ്പാണത്. അന്ന് അദ്ദേഹം ഇസ്ലാം മതവിശ്വാസിയാണ് എന്നൊരു വാദം ഉയർന്നാൽ എത്രത്തോളം സാമൂഹികവും പരിഹാസ്യവുമാകും എന്ന് ആലോചിച്ചു നോക്കുക. സമാനമല്ലേ സാഹചര്യം? ഒരു സംസ്ഥാന ഉത്സവത്തെ മതപരമായ ആഘോഷം മാത്രമാക്കി ചിത്രീകരിക്കുകയാണ് BJP ചെയ്യുന്നത്. ബാനു മുഷ്താഖ് തന്നെ പറഞ്ഞതുപോലെ ചാമുണ്ഡി ദേവിയെ തായ് ആയി കാണാനും അതേസമയം തന്നെ സംസ്ഥാന ഉത്സവമായി കണക്കാക്കാനും സാധിക്കുന്ന അത്രയും വിശാലമായൊരു ആഘോഷമാണ് മൈസൂരു ദസറ. ചാമുണ്ഡി ഹിൽസ് എന്നതും ഏതെങ്കിലും മതത്തിന് മാത്രം സ്വന്തമായതൊന്നുമല്ല. കേരളത്തിലെ അയ്യപ്പ സംഗമവും ഇതേപോലെ തന്നെ പിണറായിക്കും സ്റ്റാലിനുമെതിരായ ആയുധമാക്കി രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള കുതന്ത്രവും കാണാതെ പോകാനാകില്ല.